നമ്മുടെ ആരോഗ്യ മേഖല ഉഷാറ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. മറ്റ് രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച്, യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ, അമേരിക്ക വെച്ച് നോക്കിയാൽ നമ്മുടെ ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാലിക്കുന്ന പ്രോട്ടോക്കോളും നല്ലത് തന്നെയാണ്, അതനുസരിച്ചുള്ള ചികിത്സയാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. പക്ഷേ നമുക്കുള്ള പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അഭാവമുണ്ട്, ഒന്ന്. രണ്ട്, നമ്മൾ പലവട്ടം ഈ ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ പറഞ്ഞതാണ്, നമ്മുടെ ഒരു റെഫറൽ സിസ്റ്റം പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പനിക്ക് മുതൽ വലിയ അവയവമാറ്റ ശസ്ത്രക്രിയ അവിടെ ആളുകൾ വന്ന് അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ ഒരു വൈറൽ ഫീവർ ഉണ്ടായാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകണമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെഫറൽ സിസ്റ്റത്തിൽ ഉള്ള പാളിച്ചുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകൾ കൺജസ്റ്റഡ് ആണ്. അവിടെ അധികം രോഗികൾ വരുന്നു, അവരുടെ ലോഡ് ഡോക്ടർമാർക്ക് താങ്ങാതെ വരുന്നു, അവിടെ പ്രശ്നങ്ങൾ വരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുണ്ടാകുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. താഴെത്തട്ടിലുള്ള ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട പോരായ്മകളല്ല. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ല, മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ്, മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിൽ രോഗി മരിച്ചു, കൈ വളഞ്ഞുപോയി. ഇങ്ങനെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടാണ് പരാതി മൊത്തം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവിടെ വരുന്ന രോഗികളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ റെഫറൽ സമ്പ്രദായം നന്നാവത്തിൻ്റെ ഒരു കാരണം താഴെത്തട്ടിലുള്ള ഈ ജില്ലാ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിൽ, പ്രാഥമിക കേന്ദ്രങ്ങളിൽ അത് വേണ്ടത്ര എക്യുപ്ഡ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി രോഗിയുടെ വയറിനകത്തൊരു കത്രിക അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ ഉപകരണം എന്തുമാവട്ടെ, അത് അകപ്പെടുന്ന അവസ്ഥ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഒന്ന് മനുഷ്യൻ്റെ വയറൊന്നാകതെ ഇത്തരമുള്ള പ്ലേസാണ്, അല്ലെങ്കിൽ ശരീരം എന്ന് പറഞ്ഞാൽ അബ്ഡോമിൻ എന്ന് പറയുന്നത്. ഇത് തുറന്നിട്ടാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ആ മുറിവിനേക്കാൾ വലുതായിരിക്കും ഒരുപക്ഷെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളെന്നാണ്. ഈ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി തുറക്കുന്ന മുറിവോളമോ അല്ലെങ്കിൽ അതിലോ വലുതായിരിക്കും. കാരണം ഒരു സൂചിയോ നൂലോ അല്ല അകത്ത് പോകുന്നത്, സൂചിയോ നൂലോ അല്ല അകത്ത് പോകുന്നത്, വലിയൊരു ഉപകരണമാണ്. അപ്പോൾ അത് അതിനകത്ത് വയ്ക്കുക, എന്നിട്ടത് മറന്നു പോകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ കൃത്യവിലോപമെന്ന് ആലോചിച്ച് പോകുക. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു മനുഷ്യ ശരീരമാണെന്നും അത് ജീവനുള്ള ശരീരമാണെന്നും അത് നമ്മൾ തുറന്നു വച്ചിരിക്കുകയാണെന്നും, ഒരു വയറൊക്കെ മുറിക്കുമ്പോൾ വയറിൻ്റെ പല ലെയറാണ് തുറന്നു വയ്ക്കുന്നത്, ഫാറ്റ് ലെയറുകൾ, സ്കിൻ ലെയറുകൾ, അങ്ങനെ പലതും തുറന്നു വച്ചിട്ട് എത്ര ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു ജോലിയിലാണ് ഒരു ഉപകരണം, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണുന്ന ഒരു ഉപകരണം മറന്നു വയ്ക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? കാരണം വെച്ചാൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിലൊരു നടപടി, ഒരു നീതി നടപ്പാക്കുമ്പോഴാണ് പിന്നെ ഇത് ആവർത്തിക്കാതിരിക്കുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ കോഴിക്കോട്ടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ആ നടപടി എടുക്കാനുള്ള പവർ ഭരണകൂടം പ്രകടിപ്പിക്കുന്നില്ല. ആരുടെ മുമ്പിൽ? ഒന്ന് ഡോക്ടർമാരുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു ധാർമ്മികമായ കരുത്ത് ഭരണകൂടത്തിനില്ല, അല്ലെങ്കിൽ മന്ത്രിക്കില്ല, വകുപ്പ് മന്ത്രിക്കില്ല.